ഇപ്പം ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇങ്ങനെ ഒരു ക്ലാസ്സും ജോയിൻ ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രയൽ പോലെ ഓപ്ഷൻ നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ മെന്റർഷിപ്പ് ഇല്ലാതെ അതെടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചാൽ വൃത്തിക്ക് ചെയ്യാന്നുള്ളത് പലർക്കും അറിയില്ല. അത് പഠിക്കാതെ ചെയ്തിട്ട് ഇഷ്ടംപോലെ ലോസ് വാങ്ങിക്കുന്നവരുണ്ട്. കേട്ടുപരിചയമുണ്ട്. അപ്പൊ ഒന്ന് പഠിക്കണമെന്ന് തോന്നി. ട്രേഡിങ്ങിന്റെ ടെക്നോളജീസ് ഒക്കെ പഠിച്ചിട്ട് ഒന്ന് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങണം എന്ന് തോന്നി. അങ്ങനെ കണ്ടുപിടിച്ച് വന്നത്. കരിയറായിട്ടല്ല, ഒരു പാസീവായിട്ട്. നമ്മളിപ്പം എന്തൊക്കെയാണെങ്കിലും ഒരു ഭാഗം ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് പാസീവായിട്ട് ട്രേഡിങ് കൊണ്ടുപോകണമെന്ന് ഉണ്ട്. എന്താണ് ട്രേഡിങ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ സ്ട്രാറ്റജീസ് അതിനോടൊക്കെ ഫെമിലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ ക്യാപിറ്റലൊന്നും കയ്യിലില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ട്രേഡിങ്ങും അങ്ങനെ ബേസിക് ഇങ്ങനെ ക്യാൻഡിൽസ് എന്താണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എവിടെ ട്രേഡ് എടുക്കണം, എവിടെ എസ് വെക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നല്ലപോലെ മെന്റേഴ്സിന്റെ അടുത്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇൻകം ഉള്ള ആളാണെങ്കിൽ തന്നെ പലരും ട്രേഡിങ്ങിലേക്ക് വരുന്നില്ല. കാരണം ഒന്നാമത് അറിയില്ല, പിന്നെ നമ്മളിപ്പം ട്രേഡിങ്ങിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ലോസ് അടിക്കുന്നത് നല്ലോണം കേൾക്കുന്നുണ്ടല്ലോ, അത് പേടിച്ചിട്ട് ആരും വരില്ല. അഗ്രസീവ് ട്രേഡിങ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഏജ് ഗ്രൂപ്പ് കൂടുതലുള്ളത്. അപ്പൊ അത് കുറച്ചുകൂടെ കുറച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം കൃത്യമായ മെന്റർഷിപ്പിൽ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം. ഫാമിലി സപ്പോർട്ട് നല്ല സപ്പോർട്ട് തന്നെയാണ്. അച്ഛനിപ്പം റിട്ടയർ ആവാൻ പോവാണ്. അപ്പൊ അച്ഛൻ പറയും നീ പോയി പഠിച്ചിട്ട് എനിക്ക് പഠിപ്പിച്ചതാന്നുള്ളൊരു ഇതിലാണ് പറയുന്നത്. ഫാമിലിയിൽ വേറെ ആരും അങ്ങനെ ട്രേഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പഠിച്ചിട്ട് വാ എന്താന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അച്ഛനെ ഇങ്ങോട്ട് വിടുന്നത്.